US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തത്തുല്യ ചുങ്കം ആഗോള വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നു. ട്രംപിന് മറുപടി നൽകാൻ US ഉൽപ്പന്നങ്ങൾക്കും മറ്റു രാജ്യങ്ങളുടെ ചുങ്കം ചുമത്തുമെന്ന് ഉറപ്പായി. ഇത് അന്താരാഷ്ട്ര വിപണിയെ ആശ്രയിക്കുന്ന അമേരിക്കൻ കമ്പനികളെയും കർഷകരെയും വ്യവസായങ്ങളെയും സാരമായി ബാധിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾ കുറയാനും സാധ്യതയുണ്ട്. ഈ പ്രവണത തുടർന്നാൽ US-നൊപ്പം ആഗോള വിപണിയിലും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് JP മോർഗന്റെ വിലയിരുത്തൽ. 34% കൂടി നികുതി ചുമത്തപ്പെട്ട ചൈന ശക്തമായി തിരിച്ചടിക്കുമെന്ന നിലപാടിലാണ്. ഏകപക്ഷീയമായ തീരുമാനത്തിൽ നിന്നും US പിന്മാറണമെന്നും ചൈന ആവശ്യപ്പെട്ടു. US താരിഫിൽ നിന്നും രക്ഷപ്പെടാൻ മിക്ക ചൈനീസ് കമ്പനികളും തങ്ങളുടെ ഉൽപ്പാദനം മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നാമിലും കംബോഡിയയ്ക്കും യഥാക്രമം ഏർപ്പെടുത്തിയ 46%വും 49%വും ചുങ്കം ചൈനയെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സഖ്യകക്ഷികളായ യൂറോപ്യൻ യൂണിയനും ജപ്പാനും സമാനമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. തത്തുല്യ ചുങ്കം ലോക സാമ്പത്തിക മേഖലയ്ക്ക് തിരിച്ചടിയാണെന്നും ചർച്ചയിൽ ഒത്തുതീർപ്പുണ്ടായില്ലെങ്കിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല വോൺ ഡെർ ലിയൻ പറഞ്ഞു. US ഓൺലൈൻ സർവീസുകൾക്ക് നികുതി ചുമത്തുമെന്നാണ് ഫ്രാൻസിന്റെ നിലപാട്. ആഗോള വ്യാപാര സംവിധാനത്തെ തകർക്കുന്ന ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായി പൊരുതുമെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറയുന്നത്. നിലവിൽ 25% ചുങ്കം ചുമത്തപ്പെട്ട കാനഡയ്ക്ക് മേൽ അധിക നികുതി കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ സ്റ്റീൽ, അലുമിനിയം, ഓട്ടോമൊബൈൽ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ ചുങ്കം ലക്ഷക്കണക്കിന് കാനഡക്കാരെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാര യുദ്ധം ഇരു കൂട്ടർക്കും നല്ലതാകില്ലെന്ന് പ്രതികരിച്ച ബ്രിട്ടൻ സമവായ ചർച്ചകൾക്കും തുടക്കമിട്ടു. എല്ലാ പ്രതിസന്ധികളെയും തടയാൻ രാജ്യം സജ്ജമാണെന്നും ഒരു സാധ്യതയും തള്ളുന്നില്ലെന്നും പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ പറഞ്ഞു. വ്യാപാര യുദ്ധം ഇരു കൂട്ടരെയും ബാധിക്കുമെന്നായിരുന്നു ജർമ്മനിയുടെ പ്രതികരണം. സ്വന്തം രാജ്യത്തെ കമ്പനികളെയും തൊഴിലാളികളെയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പറഞ്ഞു. വ്യാപാര യുദ്ധത്തിനില്ലെന്നും US-മായുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണെന്നും സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റൻസൻ പ്രതികരിച്ചു. US നീക്കം ഒരു സുഹൃത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതല്ലെന്നായിരുന്നു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന്റെ വാക്കുകൾ. എന്നാൽ ബദലായി ഓസ്ട്രേലിയയും തത്തുല്യ ചുങ്കം ഏർപ്പെടുത്താനുള്ള സാധ്യത ഇപ്പോഴില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ തത്തുല്യ ചുങ്കത്തിനെ പ്രതിരോധിക്കാനുള്ള നിയമനിർമ്മാണം നടത്തിയാണ് ബ്രസീലിന്റെ പ്രതികരണം. ബ്രസീലിയൻ കോൺഗ്രസ് ഏകകണ്ഠമായി പാസാക്കിയ ബിൽ ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്ന ഏതൊരു രാജ്യത്തിനോ വ്യാപാര കൂട്ടായ്മയ്ക്കോ എതിരെ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് അനുമതി നൽകുന്നു. വിഷയത്തിൽ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുന്ന കാര്യവും പരിഗണിക്കുന്നതായി ബ്രസീൽ അറിയിച്ചു. അതേസമയം നികുതി പട്ടികയിൽ ഉൾപ്പെടെ മൗറീഷ്യസ്, ബ്രൂണൈ പോലുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതൽ വ്യാപാരം ഇപ്പോഴും US-ഉം റഷ്യയും തമ്മിലുണ്ട്. ക്യൂബ, ബെലാറൂസ്, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും പട്ടികയിലില്ല. അമേരിക്കയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് കീഴിൽ പകര ചുങ്കത്തിൽ നിന്നും മെക്സിക്കോയെയും കാനഡയെയും US ഒഴിവാക്കി. UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം 10% തത്തുല്യ ചുങ്കമാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിനാൽ നികുതി പ്രഹരം ഗൾഫ് രാജ്യങ്ങളെ പ്രത്യക്ഷത്തിൽ സാരമായി ബാധിക്കില്ല. സൗത്ത് പസഫിക് പ്രദേശമായ നോർഫോക്ക് ദ്വീപിൽ 29% തീരുവ ചുമത്തിയത് അപ്രതീക്ഷിതമായാണ്. ഏകദേശം 2000 മാത്രം ജനസംഖ്യയുള്ള ഓസ്ട്രേലിയൻ പ്രദേശത്ത് ടൂറിസമാണ് മുഖ്യ വരുമാന മാർഗം. ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ മ്യാൻമറിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 44% ചുങ്കമുണ്ട്. ദാരിദ്ര്യത്താൽ വലയുന്ന പല ആഫ്രിക്കൻ രാജ്യങ്ങളും പട്ടികയിലുണ്ട്. ലെസോത്തോയ്ക്ക് 50% തീരുവ പ്രഖ്യാപിച്ചു. മഡഗാസ്കറിന് 47%വും ബോട്സ്വാനയ്ക്ക് 37% എന്നിങ്ങനെ പ്രഹരമേറ്റു. എന്നാൽ ഈ താരിഫ് യുദ്ധം US സമ്പദ് വ്യവസ്ഥയ്ക്കും വൻ തിരിച്ചടിയായേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അതേസമയം താരിഫുകൾ ഉപഭോക്താക്കളെയും സമ്പദ് വ്യവസ്ഥയും ദോഷകരമായി ബാധിക്കുമെന്നും US ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നറിയിപ്പ് നൽകി. പ്രതികാര ചുങ്കത്തിലൂടെ US-ന് കോടിക്കണക്കിന് ഡോളറിന്റെ കസ്റ്റംസ് നികുതി വരുമാനം ലഭിക്കും. എന്നാൽ തീരുമാനം വ്യവസായ വളർച്ച കുറയാനും സാമ്പത്തിക മാന്ദ്യത്തിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സാധാരണ അമേരിക്കൻ കുടുംബത്തിന്റെ ജീവിത ചെലവിൽ ഗണ്യമായ വർധനയുണ്ടാവും. പണപ്പെരുപ്പം കൂട്ടുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. US ജനത ഉപയോഗിക്കുന്നതിൽ 10% ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നവയാണ്. ഇവയുടെ നികുതിയിൽ ശരാശരി 25% മാറ്റം വരുത്തിയാൽ പണപ്പെരുപ്പം 4% കൂടുമെന്നാണ് വിലയിരുത്തൽ. സാർവത്രിക താരിഫുകൾ അമേരിക്കൻ നിർമ്മാതാക്കൾ, തൊഴിലാളികൾ, കുടുംബങ്ങൾ, കയറ്റുമതിക്കാർ എന്നിവർക്ക് വലിയ ദോഷം വരുത്തിവെക്കുമെന്നും അമേരിക്കയിലെ പ്രമുഖ CEOമാരുടെ കൂട്ടായ്മയായ ബിസിനസ് റൗണ്ട് ടേബിൾ CEO ജോഷുവ ബോൾട്ടൺ പറഞ്ഞു. നികുതി ഭാരം ഉപയോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം വില വർദ്ധിപ്പിക്കുമെന്നും JP മോർഗൻ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പണപ്പെരുപ്പം ഇക്കൊല്ലം 2% വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തേക്കുള്ള $3.3 ട്രില്യൺ ഇറക്കുമതിയെ പുതിയ താരിഫുകൾ ബാധിക്കും. ഇങ്ങനെ വന്നാൽ കസ്റ്റംസ് നികുതി ഇനത്തിൽ ഏതാണ്ട് $66,000 കോടി
അധിക വരുമാനവും ഉണ്ടാവും. GDP-യുടെ 2.2% CNBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീരുമാനത്തിലൂടെ US-ന് പ്രതിവർഷം $83,500 കോടി അധിക വരുമാനം ലഭിക്കുമെന്നാണ് ഫിനാൻഷ്യൽ സ്ഥാപനമായ ക്യാപിറ്റൽ ഇക്കണോമിക്സ് നടത്തിയ പഠനം. എന്നാൽ ഉയർന്ന നികുതി ചുമത്തുന്നത് ഇറക്കുമതി കുറവുണ്ടാക്കിയാൽ നികുതി പിരിവ് $70,000 കോടി താഴാമെന്നും ഇതിൽ പറയുന്നുണ്ട്.